ഹായ് ചിൽഡ്രൻ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് CBSE 10ാം ക്ലാസ്സിൻ്റെ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെ, പക്ഷെ നിങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് കേൾക്കേണ്ടതുമായ ചോദ്യങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. അതുകൂടാതെ നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. ഇങ്ങനൊരു ചാനലുണ്ട്, നിങ്ങൾക്ക് മലയാളം റിവിഷൻ്റെ ഭാഗമായിട്ട് ഇത് നിങ്ങളെ സഹായിക്കും എന്ന് നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങളുടെ ഒരു സെൽഫിഷ് മൈൻഡൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ ഒപ്പം ഇത്രയും വർഷം പഠിച്ച കുട്ടികൾ, നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ്, അവരോട് പറയുക. കുറേ പേരുണ്ടാവും മലയാളവുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികൾ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാവുന്നൊരു ഉപകാരമാണ്. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അതിന് നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഈ കരാറെല്ലാം ഏറെക്കുറെ പാലിക്കപ്പെട്ടു. എന്തായിരുന്നു കരാർ? യുദ്ധം തുടങ്ങിയാൽ ഗജാശ്വരഥങ്ങളിലുള്ളവർ ആ നിലയിലുള്ളവരോട് മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. കാലാളോടും യുദ്ധം ചെയ്യണം. വയസ്സ്, വീര്യം, ഉത്സാഹം എന്നിവയിൽ കിടനിൽക്കുന്നവരോട് പറഞ്ഞറിച്ചതിന് ശേഷം മാത്രം യുദ്ധം ചെയ്യുക. ക്ഷീണിച്ചിരിക്കുന്നവരെയും പിന്തിരിഞ്ഞോടുന്നവരെയും വധിക്കരുത്. ആയുധം കയ്യിലില്ലാത്തവനെയും കവചം പോയവനെയും ഒരു വിധത്തിലും കൊല്ലരുത്. തേരാളികൾ, കുതിരകൾ, ആയുധ ചുമട്ടുകാർ, വാദ്യക്കാർ എന്നിവരെയും കൊല്ലരുത്. സ്വന്തം മികവ് കൊണ്ട് ജയിക്കണം, എതിരാളിയുടെ കുറവ് കൊണ്ടല്ല ജയിക്കേണ്ടത്. അതല്ല വിജയത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് കുറ്റമറ്റ ഈ ധർമ്മയുദ്ധത്തിൻ്റെ വ്യവസ്ഥകൾ. ഈ വ്യവസ്ഥകൾ ഏറെക്കുറെ പാലിച്ചു ആദ്യഘട്ടത്തിൽ എങ്കിലും പിന്നീട് പാണ്ഡവർ ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്തതും വിജയിച്ചതും. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: വല്ലപാടും നേടിയ വിജയം എന്ന വിശേഷണത്തിൻ്റെ ഔചിത്യം വിലയിരുത്തുക. പാണ്ഡവപക്ഷവും കൗരവപക്ഷവും കൂട്ടായി തയ്യാറാക്കിയ യുദ്ധക്കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധം ആരംഭിച്ചത്. എന്തായിരുന്നു പ്രധാനമായിട്ടുള്ള അതിൽ കരാറിൻ്റെ വ്യവസ്ഥകളിലൊന്ന്? എതിരാളിയുടെ കുറവ് കൊണ്ടല്ല, സ്വന്തം മികവ് കൊണ്ട് യുദ്ധം ചെയ്യിക്കണം എന്നതായിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പാണ്ഡവർ എന്താണ് ചെയ്തത്? പല പ്രമുഖരെയും പാണ്ഡവർ വീഴ്ത്തിയത് യുദ്ധ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് വല്ലപാടും നേടിയ വിജയം എന്നിവിടെ പറയുന്നത്. തനിക്കു വേണ്ടി യുദ്ധം ചെയ്തവരുടെ ഒപ്പമെത്താൻ വെമ്പുകയാണ്. ദുര്യോധനൻ്റെ വാക്കുകളിൽ കൂടെ നിന്നവരോടുള്ള പരിഗണന വ്യക്തമാകുന്നുണ്ടോ? തനിക്ക് വേണ്ടി പോരാടിയവരെ കേവലം പടയാളികളായി മാത്രം കാണുന്ന മനോഭാവമായിരുന്നില്ല ദുര്യോധനൻ്റേത്. അശ്വത്ഥാമാവ്, കൃതവർമാവ്, കൃപർ എന്നിവരെ കണ്ടപ്പോൾ അവർ ആ യുദ്ധനാശത്തിൽ നിന്ന് മുക്തരായി കണ്ടതിൽ ദുര്യോധനൻ ആശ്വസിക്കുകയാണ്. തൻ്റെ ജയത്തിനു വേണ്ടി ആവുന്നതും എല്ലാം പലരും ചെയ്തു. ഒടുക്കം എല്ലാവരും മരണത്തിന് കീഴടങ്ങി അവർക്കൊപ്പം എത്താൻ വെമ്പുകയാണ് താനെന്നാണ് ദുര്യോധനൻ അവരോട് പറഞ്ഞത്. അതായത് തനിക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളെ ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് ദുര്യോധനൻ്റെ ഈ സമീപനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ശാശ്വത ലോകം നേടും, അല്ലെങ്കിൽ സ്വർഗപ്രാപ്തി കിട്ടുമെന്ന് ദുര്യോധനൻ ബലമായി വിശ്വസിച്ചത് എന്തുകൊണ്ടാണ്? എന്തൊക്കെയാണ് ദുര്യോധനനിൽ ഈ അവസരത്തിൽ മാരാർ നമ്മളെ വെളിവാക്കി തരുന്ന സ്വഭാവവിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഉപകാരസ്മരണയുള്ളവനാണ്, സഹോദര സ്നേഹം, സ്വപ്രത്യയസ്ഥൈര്യം. എന്താണ് സ്വപ്രത്യയസ്ഥൈര്യം? സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം, അതായത് മാതാവിനോടും പിതാവിനോടുമുള്ള ഭക്തി, ആത്മാർത്ഥത, ആർക്കും കീഴടങ്ങാത്ത പൗരുഷം എന്നീ നന്മകൾ ഉള്ളതുകൊണ്ടും സമന്തം പഞ്ചകം എന്ന ത്രൈലോക്യ പ്രസിദ്ധമായ പുണ്യഭൂമിയിൽ വെച്ച് മരണപ്പെട്ടതുകൊണ്ടും താൻ ശാശ്വത ലോകം നേടുമെന്നാണ് ദുര്യോധനൻ പറയുന്നത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: വിഷം തന്നു കൊല്ലും പോലെയാണ് എന്നെ കൊന്നത്. ദുര്യോധനൻ്റെ വാക്കുകൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് കൃത്യമായ വ്യവസ്ഥകളോടെ ആരംഭിച്ച കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീമനും ദുര്യോധനും തമ്മിലുള്ള പോരാട്ടത്തിൽ ആദ്യ അവസാനം വരെ ദുര്യോധനനെ തോൽപ്പിക്കാൻ ഭീമൻ തുനിഞ്ഞത് യുദ്ധമുറകൾ തെറ്റിച്ചതുകൊണ്ടാണ്. അതായത് യുദ്ധത്തിൽ എന്താണ് പരാജയപ്പെട്ടപ്പോൾ കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭീമൻ ദുര്യോധനെ തുടക്കടിച്ച് എല്ല് പൊട്ടിച്ച് അവിടെ നിലം പരിശാക്കി കിടത്തിയത് അല്ലേ? അത് യുദ്ധധർമ്മത്തിന് എതിരായിട്ടാണ്. അതായത് അരയ്ക്ക് കീഴേക്കുള്ള ഭാഗത്തേക്ക് ഗദ കൊണ്ട് അടിക്കാൻ പാടില്ല എന്ന ഗദായുദ്ധത്തിൽ വ്യവസ്ഥയുണ്ട്. അങ്ങനെ ഭീമൻ ചതിയിലൂടെയാണ് ദുര്യോധനെ പരാജയപ്പെടുത്തിയത്. ചതിയിലൂടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയതുകൊണ്ടും താനൊരു തെറ്റും ചെയ്യാത്തത് കൊണ്ടുമാണ് ഉറങ്ങുമ്പോഴോ വിഷം തന്ന് കൊല്ലും പോലെയാണ് തന്നെ കീഴ്പ്പെടുത്തിയതെന്ന് ദുര്യോധനൻ പറയുന്നത്. രാജാവിൻ്റെ ഈ വിലാപം കേട്ട ജനസഹസ്രങ്ങൾ കണ്ണു നിറച്ച് അങ്ങുമിങ്ങും പാഞ്ഞുപോയി. ഈ വാക്യം സൂചിപ്പിക്കുന്നത് എന്ത്? ജനങ്ങൾക്ക് ദുര്യോധനോടുള്ള സ്നേഹവും ബഹുമാനമാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം മരണാസന്നനായി കിടക്കുന്ന അവസ്ഥയിൽ പോലും വൃദ്ധരായ തൻ്റെ അച്ഛനമ്മമാരെക്കുറിച്ചും തൻ്റെ
സഹോദരിയെക്കുറിച്ചും ദുശ്ശളയെക്കുറിച്ചും, അതായത് ഭർത്താവും മകനും നഷ്ടപ്പെട്ട തൻ്റെ സഹോദരിയുടെ സ്ഥിതി എന്താവും എന്നത് ആലോചിച്ചും അതിനുശേഷം മാത്രമാണ് സ്വന്തം കുടുംബത്തെപ്പറ്റി, സ്വന്തം ഭാര്യയെപ്പറ്റി അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ ആളുകൾക്ക് ദുര്യോധനോടുള്ള സ്നേഹവും ബഹുമാനം കൂടി അത് കൂടുതൽ കണ്ടും കേട്ട് നിൽക്കാൻ കഴിയാതെ അവരങ്ങും ഇങ്ങും പാഞ്ഞു പോയി എന്നാണ് ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. ഭൂമിയാകെ ഒരു മുഴക്കത്തോടെ കുലുങ്ങി ദിക്കുകൾ മങ്ങി ഈ വാക്യം നൽകുന്ന സൂചന എന്താണ്? അതായത് മരണാസന്നനായി കിടക്കുന്ന ആ ദുര്യോധനൻ്റെ അവസ്ഥയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും എല്ലാം തന്നെ ഈ ഭൂമിക്ക് പോലെ പ്രകൃതിക്ക് പോലും താങ്ങാൻ കഴിയുന്നില്ല. ദുര്യോധനൻ്റെ മരണത്തിൽ, നിര്യാണത്തിൽ, അല്ലെങ്കിൽ ഈ പ്രകൃതി പോലും ദുഃഖിക്കുന്നു, അതിൽ പങ്കുചേരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയോഗമാണ് ഭൂമിയാകെ ഒരു മുഴക്കത്തോടെ കുലുങ്ങി ദിക്കുകൾ മങ്ങി എന്ന വാക്യം സൂചിപ്പിക്കുന്നത്. ദുര്യോധനൻ്റെ അവസ്ഥയറിഞ്ഞ് ഓടിയെത്തി വിലപിക്കുന്ന അശ്വത്ഥാമാവിനോട് അദ്ദേഹം പറയുന്നത് എന്ത്? ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ആർക്കും വിധിയെ മറികടക്കാൻ സാധിക്കില്ല. രാജാവായിട്ടും താൻ വീണുപോയെന്നും യുദ്ധത്തിൽ തോറ്റോടിയത് കൊണ്ടല്ല, അവസാന നിമിഷം വരെ താൻ യുദ്ധം ചെയ്തു. പാണ്ഡവർ കള്ളത്തരത്തിലൂടെയാണ് ജയിച്ചത്. കൃഷ്ണൻ എതിർപക്ഷത്തുണ്ടായിട്ടും താൻ ക്ഷത്രിയധർമ്മത്തിൽ നിന്ന് അനങ്ങിയില്ല. വേദങ്ങൾ സത്യമാണെങ്കിൽ ക്ഷത്രിയന്മാർക്ക് അവകാശപ്പെട്ട സ്വർലോകം തനിക്ക് കിട്ടുമെന്നും അശ്വത്ഥാമാവിനോട് ദുര്യോധനൻ പറഞ്ഞു. അപ്പോൾ ഇവിടെയെല്ലാം ദുര്യോധൻ്റെ നിരാശയുടെയും തോൽവിയുടെയും സ്വരമല്ല, ആത്മവീര്യം വെളിവാക്കുന്ന വരികളാണ്. ഇപ്രകാരം ആത്മവീര്യം നഷ്ടപ്പെടാത്ത വാക്കുകളിലൂടെയാണ് ദുര്യോധനൻ അശ്വത്ഥാമാവിനെ ആശ്വസിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, ദുര്യോധനെക്കുറിച്ചോ അശ്വത്ഥാമാവിനെക്കുറിച്ചുള്ള കഥാപാത്ര നിരൂപണം ഒരുപക്ഷെ വരാം പരീക്ഷയ്ക്ക്. ദുര്യോധനെ പറ്റിയുള്ള കഥാപാത്ര നിരൂപണത്തിൽ സഹായിക്കുന്ന ചില ഹിൻസ്, ചില സൂചനകൾ ഞാൻ തരാം. അതായത് ക്ഷത്രിയധർമ്മം പാലിച്ചവനാണ്, സൗഹൃദം സൂക്ഷിക്കുന്നവനാണ്, മാതൃപിതൃ സഹോദര സ്നേഹമുള്ളവനാണ്, ആഭിജാത്യവും ഹൃദയോന്നതയും ഉള്ളവനാണ്. നമ്മാരവരോട് പറയുന്നുണ്ടല്ലോ, വിധിയിൽ വിശ്വസിക്കുന്നവനാണ്. വിധി ആർക്കും മറിച്ച് കിടക്കാൻ സാധിക്കുന്നതല്ല. ഇതിൻ്റെ എല്ലാ പോയിൻറ്റ്സിനെയും കുറച്ചുകൂടി വിശദീകരിച്ച് ലാബറേറ്റ് ചെയ്ത് എഴുതിയ കഥാപാത്ര നിരൂപണം തയ്യാർ. ഇനി അശ്വത്ഥാമാവ് ചിരഞ്ജീവികളിൽ ഒരാളാണ്. ദ്രോണരുടെ പുത്രനാണ്. പകയുടെ പ്രതീകമാണ്. ക്രൂരതയുടെ മൂർത്തരൂപമാണ്. പിതാവിനെ കൊന്നതിന് പ്രതികാരദാഹിയെ നടന്നവനാണ്. എതിരാളിയുടെ കുലത്തെ ഒന്നടങ്കം ഇല്ലാതാക്കിയവനാണ്. സൗഹൃദത്തെ കരുതി ആത്മസമർപ്പണം ചെയ്യുന്നവനാണ്. ഇത്രയും കാര്യങ്ങളാണ് അശ്വത്ഥാമാവിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇതെല്ലാം ഓരോ പോയിൻറ്റ്സിനെയും വിശദമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി 1, 2, 3, 4 സെൻറ്റൻസിൽ എല്ലാം കൂടി ചേർത്ത് എഴുതിയാൽ ഒരു കഥാപാത്ര നിരൂപണം തയ്യാർ. യുദ്ധം തികഞ്ഞ പരാജയമാണെന്ന് യുധിഷ്ഠിരൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ട്? അശ്വത്ഥാമാവ് നടത്തിയ അരുംകൊലയുടെ വാർത്തയറിഞ്ഞ് യുധിഷ്ഠിരൻ ചിന്തിക്കുന്നതാണ് ഇപ്രകാരം: യുദ്ധം തികഞ്ഞ പരാജയം തന്നെയായിരുന്നു, തങ്ങളുടെ ജയമല്ല എന്നതാണ് യുധിഷ്ഠിരനെ ചിന്തിപ്പിക്കുന്നത്. യുദ്ധവ്യവസ്ഥകളെല്ലാം ലംഘിക്കപ്പെട്ടുകൊണ്ടാണ് കൗരവപക്ഷത്തുള്ള മിക്ക മഹാരഥന്മാരെയും ആര് വീഴ്ത്തിയത്? പാണ്ഡവപക്ഷം വീഴ്ത്തിയത്. അതുകൊണ്ട് ഈ വിജയത്തെ മഹാവിജയമെന്ന് കരുതിയ ഈ വിജയത്തെ പകൽ വെളിച്ചത്തിലൊന്നും കാണാൻ പോലും കഴിയാത്ത തരത്തിൽ മഹാപരാജയമായി മാറിയിരിക്കുന്നു. അശ്വത്ഥാമാവ് ഈ പാണ്ഡവർ 5 പേരെ ഒഴികെ ബാക്കി എല്ലാവരെയും കാലുകുരുക്കി അയച്ചിരിക്കുന്നു, അയാളുടെ ശബ്ദപ്രകാരം തന്നെ, ഇല്ലേ? അപ്പോൾ ഇനി കൗരവപക്ഷത്തിലുള്ളവർ തന്നെ പലരും സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ തങ്ങൾക്ക് പാണ്ഡവപക്ഷത്തിന് വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇതൊരു വിജയമല്ല എന്നുള്ള ചിന്തയിലാണ് യുധിഷ്ഠിരൻ. ഭാരതമാകട്ടെ നടന്ന കഥ മാത്രമല്ല, നടക്കാനിരിക്കുന്ന കഥ കൂടിയാണ്. ലേഖകൻ്റെ നിരീക്ഷണത്തോടുള്ള നിങ്ങളുടെ നിലപാടുകൾ എന്തൊക്കെയാണ്? അതായത് യുദ്ധം വരുത്തിവെക്കുന്ന കൊടിയ ദുരന്തത്തെയാണ് വ്യാസൻ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത്. യുദ്ധം രൂപപ്പെടുന്നത് മനുഷ്യ മനസ്സുകളിലാണ്. മനുഷ്യൻ്റെ മനസ്സിലെ പകയാണ് യുദ്ധമായി മാറുന്നത്. ഓരോ യുദ്ധം അവസാനിക്കുന്നത് അടുത്ത യുദ്ധത്തിന് വെടിമരുന്ന് അല്ലെങ്കിൽ അതിനുള്ള വഴി വെച്ചുകൊണ്ടാണ് എന്നുള്ള വ്യാസൻ്റെ ഈ ദർശനത്തിനെയാണ് അന്നും എന്നും പ്രസക്തമായിട്ടുള്ളത്. പ്രമാദം തന്നെ പ്രമാദത്തിൽ കവിഞ്ഞൊരു കൊല ജീവിതത്തിലില്ല. ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്? അതായത് പ്രമാദം എന്ന വാക്കിനർത്ഥം എന്താണ്? ശ്രദ്ധയില്ലായ്മ. ശ്രദ്ധയില്ലായ്മ എന്ന പദത്തിൻ്റെ അർത്ഥം ഏറ്റവും വലിയ തെറ്റാണ് പാണ്ഡവർക്ക് സംഭവിച്ചത്. അതായത് അവരുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് ഇത്രയും തികഞ്ഞ പരാജയത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കുലത്തെ തന്നെ, പാണ്ഡവ പക്ഷത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ സംഭവഗതികൾ മാറിയത്. വിജയത്താൽ മതിമറന്ന പാണ്ഡവർ കൗരവപക്ഷത്തെ അവശേഷിക്കുന്നവരെ കുറിച്ച് ചിന്തിച്ചില്ല. അതായത് ഇനിയും ശത്രുക്കൾ അവിടെ ഉണ്ട്, ശത്രുപക്ഷത്തെ ആളുകൾ ഉണ്ട് എന്ന കാര്യം ചിന്തിക്കാതെയാണ്. അപ്പോൾ ഒരു ചെറിയ പിഴവ് കൊണ്ടാണ് വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകുന്നത് എന്ന അർത്ഥമാണ് ഈ മേൽപ്പറഞ്ഞ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നത്. അതായത് ശ്രദ്ധയില്ലായ്മ. അപ്പോൾ ഇവർക്ക് മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയില്ലായ്മയാണ്, അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മയിലൂടെ ചെയ്യുന്ന പ്രവൃത്തിയോ വാക്കുകളൊക്കെയാണ് വലിയൊരു ദുരന്തമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് തന്നെ തിരിച്ചടിയായിട്ടോ വരുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓരോ വാക്കുകളും അതിലടങ്ങിയിരിക്കുന്ന അർത്ഥതലങ്ങളും അന്ന് മാത്രമല്ല ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക.
സമുദ്രം താണ്ടി സമ്പാദ്യം കൊണ്ടുവരുന്ന കച്ചവടക്കാർ ഒരു കൈത്തോട്ടിൽ വെച്ച് മുങ്ങിപ്പോയി. പ്രയോഗം നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? അതായത് ഭീഷ്മർ, ദ്രോണർ, കർണൻ, ദുര്യോധനൻ അടങ്ങിയ ആ കൗരവപക്ഷത്തെ തോൽപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല. ധർമ്മം വെടിഞ്ഞ പാണ്ഡവർ എന്ത് ചെയ്തു? ആ യുദ്ധവിജയത്തെ സമുദ്രം താണ്ടിയതിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അതായത് കുറ്റമറ്റ ധർമ്മയുദ്ധമായിരുന്നില്ല. പലപ്പോഴും നിയമം ലംഘിച്ചുകൊണ്ട് പാണ്ഡവർ നേടിയിരിക്കുന്ന ആ വിജയം സമുദ്രം കടന്നതിനോട്, സമുദ്രം വലിയൊരു തിരമാലകളുള്ള ആഴക്കടലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നൊരവസ്ഥയാണ്. ആ യുദ്ധത്തെ എന്തിനോടായിട്ടാണ്? ഒരു സമുദ്രത്തിനോടാണ്, സമുദ്രം താണ്ടി വന്നതിനോടാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഈ മഹാരഥന്മാരെ എല്ലാം ചതിച്ച് വീഴ്ത്തുകയാണ് പാണ്ഡവർ നേടിയ ജയം. അപ്പോൾ അശ്വത്ഥമാവിൻ്റെ പ്രവൃത്തിയിലൂടെ പരാജയം മാറിയതിന് കൈത്തോട്ടിൽ വെച്ച് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞിരിക്കുന്നു. അശ്വത്ഥമാവിനെ ഒരു കൈത്തോടിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അശ്വത്ഥമാവ് ആകെ ഒരു വ്യക്തി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വലിയൊരു സമുദ്രം, കുരുക്ഷേത്ര യുദ്ധം എന്നുള്ള ആ യുദ്ധഭൂമിയിൽ നിന്ന് അവര് കൗരവപക്ഷത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്തിയിട്ടാണ് അവർ ജയിച്ചത്. അത് സമുദ്രത്തിനോട് തുല്യവും. അശ്വത്ഥമാവ് എന്ന കൈത്തോട്, അതായത് ഒറ്റ വ്യക്തിയാലാണ് ബാക്കി അവശേഷിക്കുന്ന എല്ലാവരെയും അവർക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? സമുദ്രം എന്നത് കുരുക്ഷേത്ര യുദ്ധത്തിന് തുല്യവും അശ്വത്ഥമാവ് കൈത്തോടുമാണ്. അപ്പോൾ അശ്വത്ഥമാവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന കൈത്തോടിനെയാണ്. ഇനി മാരാരുടെ ഒരു അഭിപ്രായ പ്രകടനം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതായത് മഹാഭാരതത്തിലെ പ്രമേയവും പാശ്ചാത്യ സാഹിത്യത്തിലെ ഇതിഹാസ പ്രമേയവും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ ഇതിഹാസ കാവ്യങ്ങളാണ് രാമായണവും മഹാഭാരതവും. അത് നിങ്ങൾക്കറിയാം. വ്യാസനാൽ രചിക്കപ്പെട്ടതാണ് മഹാഭാരതം, വാൽമീകിയാൽ രചിക്കപ്പെട്ടതാണ് രാമായണം. മനുഷ്യചരിത്രത്തിൽ യുദ്ധം വരുത്തി വയ്ക്കുന്ന ഭയങ്കര യുദ്ധത്തെ എടുത്തു കാണിപ്പാൻ വേണ്ടിയാണ് മഹാഭാരതം രചിക്കപ്പെട്ടതെന്നാണ് മാരാർ പറയുന്നത്. എന്നാൽ പാശ്ചാത്യ സാഹിത്യത്തിൽ ചില യുദ്ധവീരന്മാരുടെ പരാക്രമം കാണിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് മാരാര് അഭിപ്രായപ്പെടുന്നത്. പാശ്ചാത്യ സാഹിത്യത്തിൽ യുദ്ധവീരന്മാരുടെ പരാക്രമം കാണിക്കാൻ വേണ്ടിയാണ് ഇതിഹാസങ്ങൾ രചിക്കപ്പെട്ടതെങ്കിൽ ഇവിടെ നമ്മുടെ ഭാരതീയ ഇതിഹാസത്തിൽ എന്താണ് പറയുന്നത്? മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തിവെക്കുന്ന ഭയങ്കര ദുരന്തത്തെ എടുത്തു കാണിക്കാൻ വേണ്ടിയാണെന്നാണ് മാരാരുടെ പക്ഷം. ദ്രൗപദിയുടെ പ്രതിഷേധം നൽകുന്ന സൂചനകൾ എന്താണ്? അതായത് അശ്വത്ഥമാവ് നടത്തിയ ആ കൊടുങ്കൊലയുടെ വാർത്തയറിഞ്ഞ് ദ്രൗപദിക്കുണ്ടായ പ്രതിഷേധ സൂചകമായിട്ടുള്ള അല്ലെങ്കിൽ അവളുടെ പ്രകടനാത്മകമായ ഭാവഗതികൾ എന്തൊക്കെയാണ്? മക്കളെ നഷ്ടപ്പെട്ടൊരു അമ്മയുടെ പ്രതിഷേധമാണ് പാഞ്ചാലിയുടെ വാക്കുകളിൽ മുഴങ്ങുന്നത്. അധികാരവും മറ്റു സുഖങ്ങളും പാണ്ഡവരുടെ മനസ്സിൻ്റെ മുറിവിനെ ഉണക്കാം. എന്നാൽ മക്കൾ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ മനസ്സിൻ്റെ വേദന ഒരു കാലത്തും ഉണങ്ങുകയില്ല. അതായത് യുദ്ധത്തിൻ്റെ ഇരകൾ എന്താണ് എപ്പോഴും യുദ്ധത്തിൻ്റെ ഇരകളാവുന്നത് ആരാണ്? നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും ഒക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ അമ്മ എന്നുള്ള ആ പാഞ്ചാലിയുടെ ആ മാതൃത്വം നിറഞ്ഞു തുളുമ്പുന്ന മനസ്സിനെ ആശ്വസിപ്പിക്കാൻ, മക്കളെ നഷ്ടപ്പെട്ട അമ്മയുടെ ആ ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ ആർക്കും സാധിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ നിശ്ചയം നിറവേറ്റുവാൻ അവൾ ഭീമനെ പ്രേരിപ്പിച്ചു. നിശ്ചയം എന്തായിരുന്നു? ആരെയാണ് അവൾ ഏൽപ്പിച്ചത്? അതായത് അശ്വത്ഥമാവിൻ്റെ കൊടും ക്രൂരത അറിഞ്ഞ ദ്രൗപദി എന്തു പറ്റി? മോഹാലസ്യപ്പെട്ടു വീണു. അതിൻ്റെ ആ യാതനയുടെ പകരം വീട്ടലായിട്ട് ദ്രൗണിയുടെ ചൂടാമണി കൊണ്ടുവന്ന് കൊടുക്കണം എന്നതാണ് ആരുടെ തീരുമാനം? ദ്രൗപദിയുടെ തീരുമാനം. അല്ലെങ്കിൽ താൻ മരണം വരെ പ്രായോപവേശം ചെയ്യുന്നതാണ്, നിരാഹാരം അനുഷ്ഠിച്ച് മരിക്കും എന്നുള്ളതാണ് ദ്രൗപദി അവിടെ ഒരു ശബ്ദമായിട്ട് പറയുന്നത്. അങ്ങനെ ഭീമനോടാണ് തൻ്റെ ആഗ്രഹം, അതായത് അശ്വത്ഥമാവിൻ്റെ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന ചൂടാമണി എന്ന രത്നം തനിക്ക് കൊണ്ടുതരണമെന്നത് ഭീമനെയാണ് ദ്രൗപദി പറഞ്ഞ് അത് കൊണ്ടുതരാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അശ്വത്ഥമാവിൻ്റെ കൊടും ക്രൂരത അറിഞ്ഞ് കുപിതയായ ദ്രൗപദിയുടെ വാക്കുകൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, യുദ്ധത്തിൻ്റെ യഥാർത്ഥ ഇരകളെന്നും സ്ത്രീകളും കുട്ടികളുമാണ്. ഇവിടെ മഹാഭാരത കഥയിൽ ആ മാതൃത്വം, മക്കളെ നഷ്ടപ്പെട്ട രണ്ടമ്മമാരാണ്. അവരുടെ ആരൊക്കെയാണ്? ഗാന്ധാരിയും അതുപോലെ തന്നെ ദ്രൗപദിയും. അതായത് കുരുക്ഷേത്ര യുദ്ധത്തിൽ ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് ഇവരെ മക്കളൊക്കെ വീണു പോയെങ്കിലും ഒരു രാജ്യം മുഴുവൻ വെട്ടിപ്പിടിച്ച് അതിലുള്ള സന്തോഷം, ആശ്വാസം നിങ്ങൾക്കുണ്ടാകുമെന്നാണ് ഭർത്താക്കന്മാരോട് ദ്രൗപദി പറയുന്നത്. ഒരു പരിഹാസ രൂപേണയാണ് ദ്രൗപദി അതവിടെ അവതരിപ്പിക്കുന്നത്. പക്ഷേ അഭിമന്യു മരിച്ചത് മറന്ന് അർജുനനെ തന്നോടൊപ്പം സുഖമായിരിക്കാമെന്ന് താൻ വിചാരിക്കണ്ട എന്നാണ് ദ്രൗപദി പറയുന്നത്. താനൊരു അമ്മയാണ്. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ ദൗർബല്യം എന്ന് പറയുന്നത്? അവരുടെ മക്കൾ തന്നെയാണ്. മക്കൾക്ക് വേണ്ടിയാണ് അമ്മമാർ, അതായത് ഭാര്യ എന്ന പദവിയിലേക്ക് അമ്മയായി കഴിയുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ കാലം ശ്രദ്ധ കൊടുക്കുന്നതും
പരിചരണത്തിലും മറ്റ് അല്ലെങ്കിൽ അവരുടെ ആരുടെ ഉത്കർഷയിലാണ് അവർ ആഗ്രഹിക്കുന്നത്. മക്കൾ നന്നാവണം. നിങ്ങളെപ്പറ്റി നിങ്ങളുടെ അമ്മമാർക്ക് അങ്ങനെയാണ്, എൻ്റെ മക്കൾ നല്ല സ്വഭാവത്തോടു കൂടി പഠിച്ചു മിടുക്കരാവണം, അവർ സന്തോഷത്തോടെ ഇരിക്കണം എന്നാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അമ്മ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് ദ്രൗപദിയും ആഗ്രഹിച്ചത്. തൻ്റെ മക്കളോ എല്ലാവരും സന്തോഷത്തോടെ ദീർഘായുസ്സോടെ ആരോഗ്യത്തോടെ ഇരിക്കണം എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഇന്നിതാ ഈ യുദ്ധഭൂമിയിൽ എല്ലാവരും മരിച്ചു പോയിരിക്കുന്നു. അപ്പോൾ ആ അമ്മയുടെ ദുഃഖം എത്രയാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും അല്ലേ? ദ്രൗപദി എന്താ പറയുന്നത്? ഏത് കാലത്ത് നടക്കുന്ന യുദ്ധത്തിലും മക്കൾ നഷ്ടപ്പെട്ട ഒരമ്മയുടെ എല്ലാ അമ്മമാരുടെയും ദുഃഖം ഇത് തന്നെയാണ്. നേരത്തെ പറഞ്ഞല്ലോ, യുദ്ധത്തിൻ്റെ ഇരകൾ എന്ന് പറയുന്നത് നിരപരാധികളായ സ്ത്രീകളും അമ്മമാരും ഒക്കെ കുട്ടികളും ഒക്കെ തന്നെയാണ്. അങ്ങനെ മക്കളെ നഷ്ടപ്പെട്ട വിലപിക്കുന്ന ഒരു അമ്മയുടെ മാതൃഹൃദയത്തിൻ്റെ നൊമ്പരപ്പെടുത്തലിലൂടെയാണ് ദ്രൗപദിയുടെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്. സർവഭൂതാത്മാവായ നാരദനും ഭാരത പിതാമഹനായ കൃഷ്ണദേവായനും ആ അസ്ത്രങ്ങൾക്ക് നടുവിൽ മറ്റു രണ്ട് അഗ്നികളെ പോലെ വന്നു നിന്നു. നാരദ മഹർഷിയും വ്യാസനെയും അഗ്നിയെ വിശേഷിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഔചിത്യം എന്താണ്? അതായത് അർജുനനും അശ്വത്ഥാമാവും തൊടുത്തുവിട്ട ബ്രഹ്മശിരോസ്ത്രം ലോകം മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. രണ്ടുപേരും അസ്ത്രത്തെ തൊടുത്തിട്ട് ഇങ്ങനെ നേർക്കുനേർ ബ്രഹ്മശിരസ് ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. ആ രണ്ട് അസ്ത്രങ്ങളെ തടയാൻ വേണ്ടി അത്രയ്ക്കും ഗാംഭീര്യവും ശക്തിയും തേജസ്സുള്ള രണ്ട് അഗ്നികൾക്ക് കഴിയൂ. അതാരൊക്കെയാണ്? നാരദരും വ്യാസനും അല്ലേ? ആ നാരദനും വ്യാസനുമാണ് രണ്ട് അഗ്നിയെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പാണ്ഡവരുടെ മാത്രമല്ല, ലോകരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ മഹർഷിമാർ ഇപ്രകാരം പ്രവർത്തിക്കുന്നത്. തപശക്തി കൊണ്ട് നേടിയ അവരുടെ ആ വീര്യമാണ്, അഗ്നിയെ വെല്ലുന്ന തപശക്തിയാൽ നേടിയിട്ടുള്ള ആ ഒരു മഹത്വമാണ് ഇവിടെ ആ അഗ്നിയെ കെടുത്താൻ, ആ ബ്രഹ്മശിരസ് എന്നുള്ള അത്രയും തീക്ഷ്ണമായിട്ടുള്ള ആ അസ്ത്രത്തിൻ്റെ ശക്തിയെ തടയാൻ വേണ്ടി ഈ രണ്ടുപേരും നേടിയ തപശക്തി കൊണ്ട് നേടിയ ആ മഹാവീര്യം കൊണ്ടാണ്, അഗ്നിയെ വെല്ലുന്ന വീര്യം കൊണ്ടാണ് അതിനെ നശിപ്പിക്കാൻ വേണ്ടി നടുക്ക് നിന്നത്. രണ്ടും കൂടി കൂട്ടുമുട്ടിയാലുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ അത് ഭൂമിയിൽ വീണാലുള്ളൊരവസ്ഥ മനസ്സിലാക്കി അങ്ങനെ ഭൂമിയെ രക്ഷിക്കണം, ഈ ലോകത്തെ രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് രണ്ടുപേരും ഈ ബ്രഹ്മശിരസ് നടുക്ക് കയറി നിന്നത്. അശ്വത്ഥാമാവ് ശപിക്കപ്പെട്ടവനാണ് ലേഖകൻ ഇപ്രകാരം അഭിപ്രായപ്പെടാൻ കാരണം എന്ത്? അതായത് ബ്രഹ്മശിരോസ്ത്രം വരുത്തുന്ന ദുരന്തങ്ങൾ അറിയാലോ, ഈ ഭൂമി മുഴുവൻ ചുട്ട് ചാമ്പലാക്കും എന്നുള്ളതാണ്. അത് വ്യാസൻ ബോധ്യപ്പെടുത്തിയതാണ്. പക്ഷേ അസ്ത്രം പിൻവലിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്ന പകയോട് നിൽക്കുന്ന അശ്വത്ഥാമാവിനെയാണ് നമ്മൾ കാണുന്നത് അല്ലേ? അശ്വത്ഥാമാവ് ആ പ്രതികാരം വീട്ടിയില്ലായിരുന്നു എങ്കിൽ എന്താ യുദ്ധം ഈ സംഭവഗതികൾ ഇങ്ങനെയാകുമായിരുന്നില്ല. പക്ഷേ ആ ഒടുങ്ങാത്ത പകയും ദുര്യോധനോടുള്ള ആത്മാർത്ഥതയും അയാൾക്ക് വേണ്ടി തൻ്റെ ജീവൻ വരെ കളയുമെന്നുള്ള ശബ്ദവും ഒക്കെ തന്നെയാണ് ഇത്തരമുള്ള ഒരു ഹീനമായിട്ടുള്ള പ്രവൃത്തിയിലേക്ക് ആ വിജയത്തിൻ്റെ അന്ന് രാത്രിയിൽ ആ കുരുക്ഷേത്ര ഭൂമിയിൽ അശ്വത്ഥാമാവ് കാണിച്ചു കൂട്ടിയ പ്രക്രിയകൾ ഓരോന്നും. അതുമാത്രമല്ല, ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ പോലും കൊല്ലാൻ പഠിക്കാത്ത പ്രതികാരദാഹിയായിട്ടാണ് അയാളെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അശ്വത്ഥാമാവ് ശപിക്കപ്പെട്ടവനാണ് എന്നുള്ള അഭിപ്രായ പ്രകടനം തീർച്ചും അർത്ഥവത്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു മനസ്സിലും അശ്വത്ഥാമാവിനോടുള്ള ഒരു സ്നേഹത്തിൻ്റെ കണിക പോലും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ പാഠം വായിക്കുമ്പോൾ ആ പാഠഭാഗത്ത് അവസാന ഭാഗത്ത് അശ്വത്ഥാമാവിനെക്കുറിച്ചും അശ്വത്ഥാമാവും വ്യാസനും ശ്രീകൃഷ്ണൻ തമ്മിലുള്ള സംഭാഷണഗതികളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ വളരെ എളുപ്പമായിരിക്കും. സുയോധനൻ, ദുര്യോധനൻ എന്നീ പേരുകളിൽ ദുര്യോധനെ വിശേഷിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഔചിത്യം എന്താണ്? അതായത് അധർമ്മം പ്രവർത്തിക്കാതെ ശരിയായ രീതിയിൽ യുദ്ധം ചെയ്തവനാണ് ദുര്യോധനൻ. അതുകൊണ്ട് തന്നെ സുയോധനൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. എന്നാൽ തെറ്റായ മാർഗത്തിലൂടെ യുദ്ധം ചെയ്യുന്നവൻ അർത്ഥത്തിൽ ഈ കഥാപാത്രത്തിന് ദുര്യോധനൻ എന്നും പേര് നൽകിയിരിക്കുന്നു. ദുര്യോധനനാണ് അതായത് കൗരവരിലെ ഏറ്റവും മൂത്തയാളാണ് ദുര്യോധനൻ. അദ്ദേഹത്തിന് 2 പേരുണ്ട്. അധർമ്മം പ്രവർത്തിക്കാതെ ശരിയായ രീതിയിൽ യുദ്ധം ചെയ്തവൻ എന്ന അർത്ഥത്തിൽ സുയോധനൻ എന്ന പേര് കൊടുക്കാം. അതുപോലെ തന്നെ തെറ്റായ മാർഗത്തിലൂടെ യുദ്ധം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഈ കഥാപാത്രത്തിന് ദുര്യോധനൻ എന്നും പേര് കൊടുക്കാം എന്നാണ് പറയുന്നത്. അതായത് ഒരേ കഥാപാത്രത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ 2 പേരിൽ വിളിക്കുന്നത്. അപ്പോൾ മനുഷ്യ മനസ്സിൽ രൂപം കൊള്ളുന്ന വ്യത്യസ്ത ഭാവങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കാൻ കഴിയുന്നത്. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ എന്നതുപോലെ മനുഷ്യൻ്റെ സ്വഭാവത്തിലും നന്മയുടെയും തിന്മയുടേതുമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട് എന്നുള്ള സൂചനയാണ് ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയായി പ്രകീർത്തിക്കുന്ന, അല്ലെങ്കിൽ ചിരഞ്ജീവിയാണ് എന്ന് പറയുന്നത് ആ ഒരു സംഗതി, ആ ഒരു കാര്യം പാഠഭാഗത്തിന് വർത്തമാനകാലത്തുള്ള പ്രസക്തി എന്താണ്? മനുഷ്യ മനസ്സിൻ്റെ, അതായത് അശ്വത്ഥാമാവ് പകയുടെ പ്രതീകമാണ്. ആ പകയാണ് ചിരഞ്ജീവിയായിട്ട് ഇന്നും നമ്മുടെ മനസ്സ് കുടികൊള്ളുന്നു എന്ന് അവിടെ പറയുന്നില്ലേ? ആ ലെസൺ ഉണ്ടെങ്കിൽ പറയുന്നുണ്ട് അല്ലേ? അതിൻ്റെ ഉത്തരം എന്താണ്? ഇന്ന് ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തി എന്താണെന്നാണ്. മനുഷ്യൻ്റെ മനസ്സിലെ പകയുടെയും അവിവേകത്തിൻ്റെയും
പ്രതീകമാണ് അശ്വത്ഥാമാവ്. മനുഷ്യവംശത്തെ നാശത്തിലേക്ക് തള്ളിവിടുന്ന ആ പക എല്ലാ മനുഷ്യരിലും അടങ്ങിയിരിക്കുന്നു. ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്നത് അങ്ങനെയാണ്. പകയുടെയും അല്ലെങ്കിൽ പ്രതികാരദാഹിയായി നടക്കുന്ന മനുഷ്യൻ്റെ ഹീനമായിട്ടുള്ള അത്യന്തം നിന്ദ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിന്ന് ഓരോ നിമിഷവും, ഒരു ദിവസം നല്ല ഓരോ നിമിഷവും ഈ സമൂഹത്തിൽ നമുക്ക് ചുറ്റും നടമാടുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായും ഈ അശ്വത്ഥാമാവിൻ്റെ പകയുടെ ആ കാഠിന്യം നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. മനുഷ്യ മനസ്സിൽ കുടികൊള്ളുന്ന പക അശ്വത്ഥാമാവിൻ്റെ മാത്രമല്ല നമ്മുടെ മനസ്സിലൊക്കെ കുടികൊള്ളുന്നൊരു പകയുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ നിങ്ങൾക്ക് ലെസൺ പഠിച്ചു, എന്താ ലക്ഷ്മണ സാന്ത്വനം പഠിച്ചു, മത്സദ്യബുദ്ധി വെടിയണമെന്ന് പറഞ്ഞു അല്ലേ, കാമക്രോധ ലോഭ മോഹാദികൾ വെടിയണമെന്ന് പറഞ്ഞു. ഇവിടെയും നമ്മുടെ ഉള്ളിലെ പകയെ നമ്മൾ ഇല്ലാതാക്കണം. ഈ പക നമ്മൾ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളവരെ, സമൂഹത്തെ, രാജ്യത്തെ, ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്നതെന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പകയുടെ പ്രതീകമാണ്. ആ പക നശിക്കുന്നില്ല, ചിരഞ്ജീവിയാണ് എന്ന് പറയാൻ കാരണം എന്താ? ഇന്നും നമ്മുടെ മനസ്സിൽ മരണമില്ലാതെ ആ പകയ്ക്ക് സ്ഥാനമുണ്ട്, എന്നും അത് നിലനിൽക്കുന്നു. ഉള്ളിടത്തോളം കാലം മനുഷ്യൻ്റെ പകയും നിലനിൽക്കും. അതുകൊണ്ടാണ് അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണ്, മരണമില്ലാത്തവനാണ് എന്ന് പറയാൻ വ്യാസൻ നൽകുന്ന സന്ദേശം അതാണ്. വ്യാസൻ അത് വ്യക്തമാക്കുന്നത് എന്താണ്? മനുഷ്യൻ്റെ പകയ്ക്ക് ഒടുങ്ങുന്നില്ല, പക മനസ്സിൽ ഉണ്ട്. അതുകൊണ്ട് അശ്വത്ഥാമാവ് തൻ്റെ അച്ഛനെ കൊന്നവരോടുള്ള പ്രതികാരം തീർക്കണം എന്നുള്ള പകയോടുകൂടിയാണ് ആ പാണ്ഡവപക്ഷത്തെ വാസുദേവൻ കാണുകെ കലനൂർ പൂകിക്കുന്ന ശബ്ദം ചെയ്തത്. എല്ലാവരെയും ഈ ഭൂമിയിൽ നിന്ന് തുളച്ചു നീക്കും. ആ ശബ്ദം, ആ പകയുടെ പ്രതീകമാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ ഈ പക അന്ന് മാത്രമല്ല, മഹാഭാരത കഥയിൽ മാത്രമല്ല, അശ്വത്ഥാമാവിൽ മാത്രമല്ല, ഈ സമൂഹത്തിൽ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നവരും അല്ലെങ്കിൽ പിറക്കാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാവരുടെയും ഉള്ളിലേക്ക് ഈ പക എന്നുള്ള വികാരം നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണെന്നുള്ള പ്രയോഗം വളരെ അർത്ഥവത്താണ്. ഞാനിന്ന് ഇന്ദ്രനെ പോലെയായി ഇനി സ്വർഗത്തിൽ കാണാം എന്നിവിടെ പറയുന്നുണ്ട്. ആരാ പറയുന്നത്? ദുര്യോധനാണ്. ആരെ വധിച്ചതുകൊണ്ടാണ്? ശിഖണ്ഡിയെ വധിച്ചതുകൊണ്ടാണ് അല്ലേ? പാഠഭാഗം ശ്രദ്ധിച്ചു വായിക്കുക. എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ വിശദമായി പറയുന്നില്ല, വീഡിയോ ലെങ്തി ആയി പോവും. അവനെ എപ്പോഴും എവിടെയും കരുതി ഇരുന്നു കൊള്ളുക എന്ന താക്കീതാണ് അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയായും സർവ്വവ്യാപിയുമായി കൽപ്പിച്ചതിനർത്ഥം. കുട്ടിക്കൃഷ്ണമാരാരുടെ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്തൊക്കെയാണ്? അപ്പോൾ ഭാരത പര്യടനത്തിൽ അശ്വത്ഥാമാവിനെ പകയുടെ പ്രതീകമായിട്ടാണ് മാരാർ വിലയിരുത്തുന്നത്. അശ്വത്ഥാമാവ് കൂട്ടക്കുരുതിയിലൂടെയാണ് കുരുക്ഷേത്ര യുദ്ധത്തെ ഒരു ഭീകരമായിട്ടുള്ള പര്യവസാനത്തിലേക്ക് കൊണ്ടു നയിച്ചത്. ശപിക്കപ്പെട്ടവൻ എന്ന വാക്കിൻ്റെ പൂർണ്ണാർത്ഥം എന്നത് അശ്വത്ഥാമാവിന് യോജിക്കുന്നതാണ്. പിന്നെ മാത്രമല്ല, സ്നേഹത്തിലുള്ളൊരു സൗഹൃദം, ദുര്യോധനോടുള്ള ഒരു സൗഹൃദവും പിന്നെ അതുപോലെ തന്നെ ശക്തമായ പകയും ആരിലുണ്ട്? അശ്വത്ഥാമാവിലുണ്ട്. ഇതെല്ലാം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് അല്ലേ? ഇന്നും മനുഷ്യർ കുടികൊള്ളുന്ന പകയുടെ പ്രതീകമാണ്. ചിരഞ്ജീവിയായ അശ്വത്ഥാമാവിൻ്റെ പക തന്നെയാണ് ഇന്ന് മനുഷ്യ മനസ്സിൽ കുടികൊള്ളുന്നത്. സ്നേഹം കൊണ്ടൊന്നായവർ പോലും പകയ്ക്ക് അടിമയാകുമ്പോൾ പരസ്പരം അകന്നു പോകുന്നു. തൻ്റെ ശത്രുവിൻ്റെ വംശത്തെ ഇല്ലാതാക്കണം എന്നതാണ് ഇവിടെ ഈ പകയുടെ ബാക്കിപത്രമായിട്ട് വരുന്നത്. മാത്രമല്ല, ആ പകയെ നമ്മുടെ ശാന്തിയെ, സമാധാനത്തെ തകർക്കുന്നത് കൊണ്ട് ലോകാവസാനം വരെ അത് നിലനിൽക്കും എന്നുള്ളത് കൊണ്ടും അതിനെ എപ്പോഴും എവിടെയും ഏത് രൂപത്തിലും കാണാം എന്നാണ് കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നത്. ഈ ജയമല്ല, മറിച്ച് പരാജയം തന്നെയാണെന്ന് പറയാൻ കാരണമെന്ത്? ഇതിൻ്റെ അർത്ഥം നിങ്ങൾ കണ്ടെത്തണം. നേരത്തെ പറഞ്ഞതാണ്, യുധിഷ്ഠിരൻ യുദ്ധത്തെ ഒരു പരാജയമായി കാണുന്നു. ജയോയം അജയകാരോ ജയസ്തസ്മാൽ പരാജയ. ആ ഭാഗത്തുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ശ്ലോകം കാണാതെ പഠിക്കുക. അതും പരീക്ഷയിലേക്ക് നിങ്ങൾ ആൻസറിൽ ചേർത്ത് എഴുതുമ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ എങ്ങനെയാണ് വളരെ ടീച്ചേഴ്സിന് വളരെ ഇമ്പ്രസീവായി തോന്നും. ആ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. തെറ്റുകൂടാതെ എഴുതണം എന്നുള്ളത് പ്രധാനം. ഓക്കെ, ശ്ലോകങ്ങളോ കാര്യങ്ങളോ മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ എഴുതുമ്പോൾ എന്ത് വേണം? അതിലൊരു തെറ്റ് വരാൻ പാടില്ല. ദേവകി പുത്രൻ പറഞ്ഞ ഉത്തമ വാക്യം എന്ത്? അതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ നിറഞ്ഞിരിക്കുന്ന ഒരു പാഠഭാഗമാണ്. ഞാൻ പറഞ്ഞത് മറക്കരുത്. നിങ്ങൾ വളരെ തുറന്ന മനസ്സോടുകൂടി നിങ്ങളുടെ മലയാളം പഠിക്കാൻ വിഷമിക്കുന്ന കുട്ടികൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു ചാനലിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. അവർ ലാസ്റ്റ് മൊമെൻറ്റെങ്കിലും പഠിച്ച് കേട്ട് എന്തെങ്കിലുമൊക്കെ അവർ എഴുതി ജയിക്കട്ടെ. ഇത്രയും കാലം നിങ്ങളുടെ ഒപ്പം പഠിച്ച കുട്ടികളല്ലേ, നിങ്ങളുടെ കൂട്ടുകാരല്ലേ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതർക്ക്, ക്ലാസ്മേറ്റ്സിന് നിശ്ചയമായിട്ടും ഇങ്ങനൊരു ചാനലിനെ പറ്റി പറയുക, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പഠിച്ചിട്ടുണ്ടാവാം, പക്ഷേ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞവരാണ്, ഇനി പഠിക്കാതെ സമയം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മുഴുവൻ കേൾക്കുക. ഇതിലേറെയും ക്വസ്റ്റ്യൻസ് അതിനുണ്ട്, എല്ലാം പറഞ്ഞ് നമുക്ക് തീർക്കാൻ സമയമില്ല. ഓക്കെ, അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഭംഗിയായും പൂർണ്ണമായും എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.